നെക്സ്റ്റ് നോക്കാം. ഇതുപോലെ കുറച്ച് വലിയ സ്ക്വയറാണ് വരച്ച്, എന്നിട്ട് കുറച്ചധികം ഗ്യാപ്പ് കൊടുത്തു. എന്നിട്ട് ഓപ്പോസിറ്റിലും ആ സെയിം ഗ്യാപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലിതാ ഈ കാണുന്ന പോലെ 4 കോർണേഴ്സിലും ഇതുപോലെ ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക. സാധാരണ ചെയ്താൽ മതി, പോസ് നിൽക്കി ചെയ്യുക കേട്ടോ. കൺഫ്യൂഷനുള്ളവരൊക്കെ ഇതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസൈന് വരയ്ക്കുന്നത് പിന്നെ നമ്മൾ മിഡ് പോയിൻ്റ്, ലൈനിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. എല്ലാത്തിനും മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ എല്ലാത്തിൻ്റെയും ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ സ്ക്വയേഴ്സിലും ഇതേപോലെ ഈ വരച്ചു കൊടുക്കുക. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി ഇതാ ഈ യുടെ താഴെ പോർഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തെടുക്കുക. എല്ലാത്തിൻ്റെയും 2 തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ താഴേക്ക് കേർവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫില്ലിങ് കൊടുക്കുകയാണ്. ഇതാ കാണുന്ന പോലെ നീറ്റായിട്ട് ആ താഴേക്കുള്ള ആ ൻ്റെ താഴേക്ക് നമ്മൾ കേവ് വരച്ചില്ല, ആ ഭാഗം കൂടി ഫില്ല് ചെയ്തിരുന്നുണ്ട്. ബാക്കി എല്ലാ പോർഷനും നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. നീറ്റായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. സ്ക്വയർ തന്നെ വേണമെന്നില്ല, സർക്കിളായാലും മതി. ഞാൻ ഇപ്പോൾ സ്ക്വയറാണ് വരയ്ക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫില്ലിങ് കൊടുക്കുക. ഫില്ലിങ് ഷെയ്ഡിങ് പോലെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അത് നന്നായിട്ട് ഫില്ലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ